ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നേന്ത്രപ്പഴവും 2 മുട്ടയും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ട, പിന്നെ ഒരു 2-3 പിടി തേങ്ങ ചിരകിയത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ പഴം നമുക്ക് തൊലി കഴിഞ്ഞിട്ട് ഇതുപോലെ കനമില്ലാത്ത വളരെ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. എന്നാൽ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കനം കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പൊടി ചേർത്തെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ടയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഇതിലേക്ക് ഉണ്ടാവുക. പിന്നെ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കണം. അത് നല്ല ഒരു മുട്ടയും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് പതപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നല്ല രീതിയിലൊന്ന് പതപ്പിച്ചിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് പതപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കൂട്ട് ഇതിലേക്ക് വളരെ നൈസായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഈ സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് കഴിഞ്ഞു പോവും. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിനെ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ചുകൊടുക്കുക. അതുപോലെ ഒരു സൈഡിലാക്കായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി, ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട ഇവിടെ വെന്തിട്ടുണ്ടാവും. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഈ സമയമൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഒരു സൈഡ് അതിന് മേലേക്കൊന്ന് വെച്ചെടുക്കുക. നമ്മൾ അട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സൈഡിലേക്ക് ഇതുപോലെ ബാക്കിയുള്ള മുട്ടയും കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നും എത്ര മുട്ടയും പഴം തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൈഡിലേക്ക് നമ്മൾ പഴം നേരത്തെ വെച്ച പോലെ തന്നെ വെച്ചെടുക്കുക. അതിനുശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മുട്ടക്കൂട്ട് ഒഴിച്ചെടുക്കുമ്പോൾ ഇതിനോട് ചാരി അതിനോട് ഒട്ടി പിടിക്കുന്ന രീതിയിൽ വേണം ഇത് ഒഴിച്ചെടുക്കാൻ. അതല്ലെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിവിടെ മുട്ട തീരുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഞാനിവിടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 ഭാഗവും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 ഭാഗവും തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ അതവിടെ സെറ്റായി നിന്നോളും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിൽ പഴവും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടാതെ തന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള മുട്ടയും പഴവും വെച്ചിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.